എന്താണെങ്കിലും കെ സുധാകരന്റെ നിലപാട് എന്താണ് എന്ന് ഇന്ന് നമുക്ക് രാവിലെയോട് കൂടി അറിയാമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് അനുനയ ശ്രമമോ അതോ കടുത്ത നിലപാടിലേക്കോ കെ സുധാകരൻ എന്നുള്ളത് അദ്ദേഹം വ്യക്തമാക്കും. രാവിലെ ഒരുപക്ഷെ വാർത്താ സമ്മേളനം അദ്ദേഹം വിളിച്ചേക്കും. സമയം ഇനിയും അത് സംബന്ധിച്ചുകൊണ്ടുള്ള അറിയിപ്പിലേക്ക് എത്തിയിട്ടില്ല. രാവിലെ മാധ്യമങ്ങളെ കാണും എന്ന് മാത്രമാണ് സുധാകരനുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകളുമായി നമ്മൾ സംസാരിച്ചിരുന്നു. അവർ വ്യക്തമാക്കിയിട്ടുള്ളത് ഇന്നലെ SKN സൂചിപ്പിച്ചതുപോലെ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ സുധാകരനുമായി സംസാരിച്ചു. അദ്ദേഹം നിലവിൽ ഡൽഹിയിലുണ്ട്. ഡൽഹിയിലെ അദ്ദേഹത്തിന്റെ ഫ്ളാറ്റിലെത്തിയാണ് നേതാക്കൾ അദ്ദേഹവുമായി ആശയവിനിമയം നടത്തുന്നത്. ഇന്നലെ ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളൊക്കെ തന്നെ ഈ കോൺഗ്രസ് ആസ്ഥാനത്ത് പുരോഗമിക്കുന്നതിനിടയിലാണ്. അതിനിടയിൽ നിന്ന് നേതാക്കൾ ഇദ്ദേഹവുമായൊക്കെ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവസാന കൂടിക്കാഴ്ചയിലും അദ്ദേഹത്തിന്റെ മത്സരിക്കണമെന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പിന്നീട് പുറത്തേക്ക് വന്ന നേതാക്കളൊക്കെ തന്നെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. നേരത്തെ തന്നെ സുധാകരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് മത്സരിക്കണമെന്നൊരു ആവശ്യം അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നൊരു ന്യായീകരണം എന്നുള്ളത് നേരത്തെ ഈ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറുമ്പോൾ ഈ അദ്ദേഹത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരിഗണിക്കാം എന്നൊരു വാഗ്ദാനം നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നു. അത് ഇത്തവണ പരിഗണിക്കണം, അങ്ങനെ ഒരു വാഗ്ദാനം നൽകിയിട്ടുണ്ടെങ്കിൽ അത് പാലിക്കണമെന്നൊരു ആവശ്യം തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആൾക്ക് മാത്രമായി, ഒരു MP ക്ക് മാത്രമായി എങ്ങനെ ഇളവ് നൽകാൻ കഴിയും എന്നുള്ളതായിരുന്നു അവരെ വലിയ രീതിയിൽ ആശയക്കുഴപ്പത്തിലേക്ക് ആക്കിയിരുന്നത്. പിന്നാലെ തന്നെ MP മാർ ആരും മത്സരിക്കേണ്ടതില്ലെന്ന സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാടിന് ഹൈക്കമാൻഡ് പിന്തുണ നൽകുകയും ചെയ്തു. അങ്ങനെ ഇന്നലെ ആദ്യഘട്ട പട്ടിക വന്നപ്പോൾ 55 സ്ഥാനാർത്ഥികളുടെ പട്ടികയാണ് വന്നത്. അതിൽ സുധാകരൻ ആവശ്യം ഉന്നയിച്ച കണ്ണൂരും അടൂർ പ്രകാശ് ആവശ്യം ഉന്നയിച്ച കോന്നിയിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല. ഒപ്പം തന്നെ MK രാഘവൻ MP ഒക്കെ നേരത്തെ മത്സരിക്കണമെന്ന് സന്നദ്ധത അറിയിച്ച മണ്ഡലങ്ങളിൽ മറ്റ് ആളുകളുടെ പേരുകളൊക്കെ തന്നെ മറ്റ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. ഇങ്ങനെ MP മാർ ചിത്രത്തിലേ ഇല്ല എന്ന നേതൃത്വം വ്യക്തമാക്കുന്നു. പക്ഷേ നിലപാടിൽ ഉറച്ചു തന്നെയാണ് സുധാകരൻ ഉള്ളത്. ഏതാണെങ്കിലും ഡൽഹിയിൽ വെച്ച് അദ്ദേഹം മാധ്യമങ്ങളെ കാണുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വാർത്താ സമ്മേളനം ഉണ്ടാകുമെന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നിലപാട് എന്താണ് എന്നുള്ളത് നമുക്ക് കാത്തിരുന്നു തന്നെ അറിയണം.